യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ എല്ലാവരെയും യേശുവിൻ്റെ സ്നേഹത്തിൽ കാണുകയും നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നന്മയായി അനുഗ്രഹമായി വരുവാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വചനം പറയുന്നത് ദൈവം നൽകിയൊരു ദൗത്യമുള്ളത് കൊണ്ടാണ്. ദൈവം ഏൽപ്പിച്ചതാണ് ഈ ശുശ്രൂഷകളൊക്കെയും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസം പ്രാർത്ഥിക്കാനായ ഒരാൾ വന്ന്, പ്രാർത്ഥിക്കാനായി അദ്ദേഹം മുമ്പിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം കരയുന്നുണ്ടായിരുന്നു. ഉച്ചത്തിലൊന്നുമല്ല, മറ്റൊരാൾ കാണുന്ന വിധത്തിലല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ചോദിച്ചു, എന്താ കരയുന്നത്, എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, വേറൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല. അങ്ങനെ കരയുന്നത് കണ്ടപ്പോൾ തിരക്കുണ്ടെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി ഒന്നും കൂടെ പ്രാർത്ഥിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥനയിൽ ദൈവം ഒരു കാര്യം കാണിച്ചു. ബൈബിളിനകത്തിരിക്കുന്ന ഒരു പാസ്പോർട്ട്, ബൈബിളിൻ്റെ അകത്തിരിക്കുന്ന, അകത്തെ താളിൽ വച്ചിരിക്കുന്ന പാസ്പോർട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തെങ്കിലും കാര്യത്തിൽ ഒരു സ്വപ്നവുമായി പോയിട്ട് ഇതിന് വിഷമത്തിലാണോ? പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട്, യാത്രയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷമത്തിലാണോ? അപ്പോൾ അദ്ദേഹം വളരെ ചേർന്ന് എൻ്റെ അടുത്തു നിന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ആഗ്രഹിച്ചിടത്തെല്ലാം എനിക്ക് തടസ്സമാണ്, നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. എനിക്ക് എങ്ങനെയും ഒരു ജോലിയിലേക്ക് മുന്നോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, പാസ്പോർട്ട് കയ്യിലുണ്ടോ? അപ്പോൾ പറഞ്ഞില്ല, വീട്ടിലാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ബൈബിളിനകത്ത് പാസ്പോർട്ട് വെച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ദിവസങ്ങളിൽ ഡെയിലി ബ്ലെസ്സിങ് കാണുമ്പോൾ ആ കേട്ട വചനത്തിനകത്ത് എൻ്റെ പാസ്പോർട്ട് വെച്ചിട്ടാണ് ഞാൻ വന്നത്. ഞാൻ പറഞ്ഞു, നീ അതിനകത്തൊരു അത്ഭുതം കാണും, നീ അതിനകത്തൊരു അത്ഭുതം തന്നെ കാണും. ദൈവത്തിൻ്റെ പ്രവൃത്തി നീ അതിനകത്ത് കാണും. നിൻ്റെ വിശ്വാസം ചെറുതല്ല, നിൻ്റെ വിശ്വാസം വലുതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഞാൻ ഒരുപാട് മനുഷ്യരിൽ, ഞാൻ ഡെയിലി ബ്ലെസ്സിങ് കേട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു ഉപകരണം മാത്രമാണ്, എങ്കിലും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതം ഇന്നും നടക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രതീക്ഷയോടെ ആയിരിക്കാം. ഈ മനുഷ്യനൊരു സാക്ഷ്യം പറഞ്ഞു. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം പങ്കെടുത്ത ആ ഒരു ഇൻ്റർവ്യൂവിൽ പാസ്സായി എന്നും, ഇനി ടിക്കറ്റും കൂടെ വന്നാൽ മതി, എൻ്റെ യാത്രകളൊക്കെ അനുകൂലമായി വരുന്നുവെന്നും ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി, ദൈവത്തിൻ്റെ സഹായമുണ്ടായി. കരഞ്ഞു പ്രാർത്ഥിച്ചൊരു വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെടാൻ തുടങ്ങി. നിങ്ങൾക്കും ഉണ്ടാകട്ടെ നല്ലൊരു അനുഗ്രഹത്തിൻ്റെ കാര്യം പറയാൻ, ഒരനുഗ്രഹം പറയാൻ ദൈവം സമയം തരും. പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം കേൾക്കാം. പലകകളിൽ ഉണ്ടായിരുന്ന വാക്കുകൾ തന്നെ ഞാൻ അതിലെഴുതാം. ശ്രദ്ധിച്ചേ, മോശയോട് ദൈവം പറയുക, നീ 2 പലകയായിട്ട് വരണം, ഞാൻ അതിൽ ചില കാര്യങ്ങൾ എഴുതാൻ പോവാണ്. പക്ഷെ എന്നാ ചെയ്യണം? അതാണ് അടുത്ത വാക്യം. 2, പ്രഭാതത്തിൽ തന്നെ തയ്യാറായി സീനായി മലമുകളിൽ എൻ്റെ മുമ്പിൽ നീ സന്നിഹിതനാകണം. എങ്ങനെ വരണം? വെറുതെ വന്നാൽ പോരാ, ചുമ്മാ വന്നാൽ പോരാ, എങ്ങനെയും വന്നാൽ പോരാ, തയ്യാറാകണം. എപ്പോൾ? ടൈം കൊടുത്തിട്ടുണ്ട്. വചനം കേട്ട് ദൈവസന്നിധിയിൽ നിൽക്കുവാണ്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചില അനുഗ്രഹങ്ങൾ ചേർത്ത് വയ്ക്കും. ദൈവം നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് ചില നന്മകളെ ഒട്ടിച്ചു വയ്ക്കും, ചേർത്ത് വയ്ക്കും. വിശ്വസിക്കുക, പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. മോശ എന്തു ചെയ്തു? രാവിലെ വേണോ, ഒരു ഉച്ചയ്ക്ക് പോരെ, അല്ലെങ്കിൽ ഒരു ദിവസം കഴിയട്ടെ? ഒന്നും പറഞ്ഞില്ല. 4-ാമത്തെ വാക്യം, ആദ്യത്തേതുപോലുള്ള 2 കൽപ്പലക മോശ ചെത്തിയെടുത്തു. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അവൻ അതിരാവിലെ എഴുന്നേറ്റ് ആ പലകയും കയ്യിലെടുത്ത് സീനായി മലയിലേക്ക് കയറി അങ്ങ് പോയി. അതിരാവിലെ ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏത് രാജ്യത്താകട്ടെ,
ഏത് നാട്ടിലാകട്ടെ, നിങ്ങൾ ഈ പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത്, നല്ലൊരു സമയത്ത് വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില അനുഗ്രഹങ്ങൾ ദൈവം എഴുതാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തോട് ചേർത്തകൾ, നന്മകൾ ചേർത്തു വയ്ക്കാൻ തുടങ്ങും ദൈവത്തിൻ്റെ കരം. എന്നിട്ട് എന്ത് സംഭവിച്ചു? 5-ാമത്തെ വാക്യം, മോശ തയ്യാറായി അതിരാവിലെ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ചെന്നപ്പോൾ കർത്താവ് മേഘത്തിൽ നിന്ന് ഇറങ്ങി വന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളും ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇറങ്ങി വരുന്നുണ്ട് എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസത്തിലേക്ക്, പ്രതിസന്ധിയിലേക്ക് ദൈവം ഇറങ്ങി വന്നു. പ്രഭാതത്തിൽ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന നിസ്സാര കാര്യമല്ല. ആര് പറഞ്ഞാലും, അതെങ്ങനെ പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല. പ്രഭാതത്തിൽ വചനം കേൾക്കണ്ട എന്ന് പറയുന്നവരുണ്ട്, വൈകുന്നേരം കേട്ടാൽ മതി എന്ന് പറയുന്നവരുണ്ട്. പ്രഭാതത്തിൽ തയ്യാറായി മനസ്സിനെ, ശരീരത്തെ ഒരുക്കി വചനം കേട്ടു നോക്ക്. ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വരും. ദൈവം നിൻ്റെ കുടുംബത്തിനകത്ത് ഇറങ്ങി വരും. ദൈവം നിൻ്റെ പ്രാർത്ഥനാ നിയോഗത്തിനകത്ത് ഇറങ്ങി വരും. അല്ല, ഇതെൻ്റെ കണ്ടുപിടുത്തമാണെന്ന് ചിന്തിക്കരുത്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന 5-ാമത്തെ വാക്യം, കർത്താവ് മേഘത്തിൽ നിന്ന് ഇറങ്ങി വന്നു. അതിരാവിലെ മോശ എഴുന്നേറ്റ് കൽപ്പലകയുമായി ദൈവസന്നിധിയിൽ തയ്യാറായി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളും ദൈവവചനം കേൾക്കാൻ തയ്യാറുള്ള മനസ്സോടെ, ഒരുങ്ങിയ മനസ്സോടെ, ഒരു ബുക്കും പേനയും ബൈബിളും ഒക്കെ ആയിട്ട് ഇരിക്കുന്നവരുണ്ട്. അല്ല, ഇത് വളരെ കട്ടിലെ സ്വസ്ഥമായി ഇരുന്നുകൊണ്ട് ഇത് കേൾക്കുന്നവരുണ്ട്. പ്രാർത്ഥനാ മുറിയിൽ വന്നിരുന്ന് കേൾക്കുന്നവരുണ്ട്. ഇത് TV-യിലിരുന്ന് കേൾക്കുന്നവരുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് ദൈവം ഇറങ്ങി വരുന്നു. ദൈവം ഇറങ്ങി വരുന്നു. ദൈവം നിൻ്റെ ആ രോഗാവസ്ഥയിലേക്ക് ഇറങ്ങി വരുന്നു. ആശുപത്രിയിലിരുന്നാണോ, ഒരു പ്രതിസന്ധിയുടെ മുമ്പിലാണോ, ഒരു വെല്ലുവിളിയുടെ മുമ്പിലാണോ, ഒരൊറ്റപ്പെട്ട നിലയിലാണോ, എല്ലാവരാലും ഒഴിവാക്കപ്പെട്ട നിലയിലാണോ, ഇനി എനിക്കൊരു നല്ല ജീവിതം ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണോ ഇരിക്കുന്നത്? തയ്യാറായി ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ തയ്യാറാക്, പ്രാർത്ഥിക്കാൻ തയ്യാറാക്. ദൈവം നിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരും. ദൈവം ഇറങ്ങി വരും. ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. ഇറങ്ങി വന്ന് അവൻ്റെ അടുക്കൽ, എവിടെയേലുമല്ല, ഒരു 10 മീറ്റർ അപ്പുറത്തല്ല, അവൻ്റെ അടുക്കൽ നിൽക്കുകയും കർത്താവ് എന്ന തൻ്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു. അടുക്കലേക്ക് വന്നു. ദൈവസന്നിധിയിൽ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളുടെ ഓരോ വ്യക്തികളുടെ അടുത്തേക്കും ദൈവം ചേർന്ന് വരും. ദൈവം അടുത്തു വരും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് ഒരാൾ ദൈവത്താലും ദൈവവചനത്താലും അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങുന്നത്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റത്തില്ല. കൈ നനയാതെ മീൻ പിടിക്കാൻ ആഗ്രഹമുണ്ടോ? അനുഗ്രഹത്തിൽ ജീവിക്കാൻ താല്പര്യമുണ്ടോ? ദൈവത്തിൻ്റെ സഹായം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? ദൈവൻ്റെ ജീവിതത്തിൽ ഇടപെടണമെന്ന് ആഗ്രഹമുണ്ടോ? പ്രാർത്ഥിക്കണം. പ്രഭാതത്തിൽ എഴുന്നേൽക്കണം. വചനം കേൾക്കണം. അതിനെ ദൈവസന്നിധിയിൽ നിൽക്കണം. കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റത്തില്ല. നമ്മൾ പഴയ ആളുകൾ പറയില്ലേ, കക്ഷത്തിലുള്ളത് പോകാനും പാടില്ല, ഉത്തരത്തിലുള്ളത് എടുക്കുകയും വേണം. നടക്കത്തില്ല. നമ്മൾ ചില റിസ്കുകൾ എടുക്കണം. ബോധ്യത്തോടെ നിൽക്കണം. വചനം കേൾക്കാൻ തയ്യാറാകണം. ആ വചനം സ്വീകരിക്കണം. തയ്യാറാകണം. അവിടെ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ തയ്യാറാകും. ദൈവം നിന്നെ വിടുവിക്കാൻ തയ്യാറാകും. ദൈവം നിൻ്റെ ജീവിതത്തെ കൈപിടിച്ചുയർത്താൻ തയ്യാറാകും. ദൈവം നിൻ്റെ അവസ്ഥകളെ മാറ്റാൻ തയ്യാറാകും. നിൻ്റെ കുറവുകൾ പരിഹരിക്കാൻ ദൈവം തയ്യാറാകും. നിൻ്റെ രോഗം സൗഖ്യമാക്കാൻ ദൈവം തയ്യാറാകും. നിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാൻ, അതിനൊക്കെ ഒരു വഴി ഒരുക്കാൻ ദൈവം തയ്യാറാകും. ആ സ്ഥലം വിൽക്കാൻ പറ്റുമോ, മേടിക്കാൻ പറ്റുമോ, വീട് വെക്കാൻ പറ്റുമോ? ദൈവം തയ്യാറാണ് നിന്നെ അനുഗ്രഹിക്കാൻ. ദൈവം നിന്നെ വിടുവിക്കാൻ തയ്യാറാണ്. എൻ്റെ കുഞ്ഞ് പഠിച്ച് രക്ഷപ്പെടുമോ? ദൈവം തയ്യാറാണ് നിന്നെ അനുഗ്രഹിക്കാൻ. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. എൻ്റെ അടുക്കൽ വന്ന് എന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച ദിവസം ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ഈ വചനം കേൾക്കുമ്പോൾ എന്നോടാണ് സംസാരിക്കുന്നത് എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നിയാൽ ഓർത്തുകൊള്ളണം, ദൈവം നിങ്ങളെ അറിയുന്നുണ്ട്. ദൈവം അറിഞ്ഞ് നിങ്ങളോട് സംസാരിക്കുന്നത് തന്നെയാണ്. എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല. എന്നാൽ നിനക്കിപ്പോൾ തോന്നുകയാണ്, ദൈവമേ, ഇന്ന് പറയാൻ പോകുന്ന ഈ വിഷയം കേട്ട് കഴിയുമ്പോൾ എന്നോട് ദൈവം സംസാരിച്ചതാണോ? എന്നോട് സംസാരിക്കുന്ന പോലെ ദൈവം നിന്നെ അറിഞ്ഞ്, നിൻ്റെ വിഷമങ്ങൾ അറിഞ്ഞ് ദൈവം നിന്നോട് സംസാരിക്കുന്നതാണ്. ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പോവുകയാണ്.
ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ വളരെ ദൂരെ മറ്റൊരു രാജ്യത്തിലായിരിക്കാം, അടുത്തായിരിക്കാം, ഈ ദേശത്തായിരിക്കാം, എവിടെയായിരുന്നാലും അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചില സമയങ്ങളിൽ വചനം എഴുതി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന കാര്യത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തിനാ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ അടുത്ത സ്വരം, ദൈവസ്വരം കേൾക്കാൻ പറ്റും. ഇന്ന കാര്യത്തിൽ വേദനിക്കുന്ന ഒരുപാട് പേർ നിന്നെ കേൾക്കുന്നുണ്ട്, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വേദനിക്കുന്നവരുണ്ട്, കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വേദനിക്കുന്നവരുണ്ട്, സാമ്പത്തികവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വേദനിക്കുന്നവരുണ്ട്. നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന കാര്യങ്ങൾ പറഞ്ഞു നീ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി, ഈ വചനം നിങ്ങളിലൂടെ കേട്ട ഒരുപാട് പേരുണ്ട്, അവർക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ദിവസവും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളൊന്ന് നേരിട്ട് കണ്ടിട്ടുള്ളവരല്ലെങ്കിലും, കണ്ടിട്ടുള്ളവരാകാം, അല്ലായിരിക്കാം, എങ്കിലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ ഒരുമിച്ച് കാണുകയാണ്. ഒരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ആ വചനമാണ്, ഒരുപാട് പേർ ദൂരെ വച്ചു തന്നെ അവർ അവനെ കണ്ടു. ആരാന്നറിയാമോ? ജോസഫിൻ്റെ സഹോദരന്മാരാണ്. അവരാടുമേയ്ക്കുകയാണ്. അവർക്ക് ക്ഷേമമാണോ എന്നറിയാൻ പിതാവ്, അപ്പൻ ജോസഫിനെ പറഞ്ഞു വിട്ടതാണ്. അങ്ങനെ അന്വേഷിച്ച് സഹോദരന്മാരെ കണ്ടു. സഹോദരന്മാർ ഈ വരുന്ന ജോസഫിനെ ദൂരെ വച്ച് തന്നെ കണ്ടു. അവൻ അടുത്തെത്തും മുമ്പേ അവനെ വധിക്കാൻ അവർ ഗൂഢാലോചന നടത്തി. അപ്പോൾ സഹോദരന്മാർ ഇവനെ കണ്ടപ്പോൾ കൊല്ലാനുള്ള ഗൂഢാലോചന പരസ്പരം പറഞ്ഞു, ഇവനെ കൊന്നുകളഞ്ഞാലോ എന്ന്. 19 വാക്യം നോക്കൂ. അവർ പരസ്പരം പറഞ്ഞു, സ്വപ്നക്കാരൻ വരുന്നുണ്ട്. സ്വപ്നക്കാരൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്ത വാക്യം ഇങ്ങനെയാണ്, വരുവിൻ, നമുക്കവനെ കൊന്നു കുഴിയിലെറിയാം, ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചു തിന്നു എന്ന് പറയാം. അവൻ്റെ സ്വപ്നത്തിന് എന്നാ സംഭവിക്കുമെന്ന് നമുക്കൊന്ന് കാണാമല്ലോ. സ്വപ്നക്കാരൻ വരുന്നുണ്ട്. നമ്മളെയും പലരും കളിയാക്കി ചിലപ്പോൾ പറയും, പ്രാർത്ഥനക്കാരൻ വരുന്നുണ്ട്, ഭക്തിക്കാരൻ പോകുന്നുണ്ട്, പാട്ടുകാരൻ പോകുന്നുണ്ട്, വലിയ പുള്ളിയാണെന്നാണ് വിചാരം, പുള്ളി എന്തോ ആളാന്നാ ചിന്തിക്കുന്നത്. നിങ്ങളും ഒരുപാട് പേരുടെ പരിഹാസമൊക്കെ കേട്ടിട്ടുണ്ടാവും. നീ എന്നാണ് വലിയ ഭക്തനായത്, നീ എന്നാ വലിയ പുള്ളിയായത്, നിൻ്റെ ജീവിതമൊക്കെ എന്നാന്ന് എനിക്കറിയാം, നീ ഇന്നലകളിൽ ആരായിരുന്നു എന്നൊക്കെ ഞങ്ങൾക്കറിയാം, നിൻ്റെ വീട് ഞങ്ങൾക്കറിയാം, നിൻ്റെ മാതാപിതാക്കളെ ഞങ്ങൾക്കറിയാം, നിൻ്റെ പഴയകാലമൊന്നും ആരും അറിയുന്നില്ല എന്ന് ചിന്തിക്കുകയൊന്നും വേണ്ട. എന്തെങ്കിലുമൊക്കെ അവർ ചിന്തിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ ദൈവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ, ദൈവത്തിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ, മനുഷ്യരുടെ വാക്കുകൾ കേട്ട് തകർന്ന് തരിപ്പണമായി പോകരുത്. നിന്നെ അനുഗ്രഹിക്കുന്നത് ദൈവമാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നുണ്ട്, അത് മറക്കരുത്. നിങ്ങളുടെ കുടുംബത്തെ ദൈവം ചേർത്ത് പിടിക്കുന്നുണ്ട്, അത് മറന്നു പോവല്ലേ. വേറെ കുറേ പേരൊക്കെ ഇങ്ങനെ പറയും, സ്വപ്നക്കാരൻ, ഇവൻ പ്രാർത്ഥിച്ചിട്ട് ഇവൻ്റെ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിന് ഒരനക്കവും ഇല്ലല്ലോ. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും, നിങ്ങൾ കുറേ ആയല്ലോ. ചിലരോട് നമ്മളിങ്ങനെ ഓർക്കും, നിങ്ങൾ കുറേ ആയല്ലോ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് പ്രാർത്ഥിച്ച വിഷയത്തിന് ഒരനക്കവും ഉണ്ടായില്ലല്ലോ. അതൊന്നും സാരമില്ല. ഈ ജോസഫിനെ അവർ കളിയാക്കി സ്വപ്നക്കാരൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ സ്വപ്നക്കാരൻ എവിടെ എത്തിയെന്നും കൂടെ മറക്കരുത്. ഈ സ്വപ്നക്കാരനെ ദൈവം ഇരുത്തിയത് സാധാരണ ഒരു കസേരയിലല്ല. ഈ സ്വപ്നക്കാരനെ ഇരുത്തിയത് അവിടെ ഒരു ബെഞ്ചേലോ ഒരു സെറ്റിയേലോ കൊണ്ടോ അല്ല ഇരുത്തിയത് ഭരണാധികാരിയുടെ, കൊട്ടാരത്തിലെ രാജാവിൻ്റെ ഭരണാധികാരിയുടെ കസേരയിലാണ്. പ്രിയപ്പെട്ടവരെ, എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. കളിയാക്കലുകൾ സ്വീകരിച്ച നിന്നെ ആയിരിക്കും ദൈവം
മനുഷ്യൻ്റെ ചിന്തയിലോ മനുഷ്യൻ്റെ കണക്കുകൂട്ടിലോ ഒന്നും എത്താത്തത്ര ഉയരങ്ങളിലെത്തിച്ച് ഒരു സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കുന്നതും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതും ഇരുത്തുന്നതും. എനിക്കറിയാവുന്ന ഒരാളെ, നല്ല പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അയാളെക്കുറിച്ച് എല്ലാവരും പറയും അയാൾ തട്ടിപ്പാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അയാൾ തട്ടിപ്പാണ്. അയാൾ തട്ടിപ്പൊന്നും അല്ല. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊട്ടയും തൂമ്പയുമായി ഇറങ്ങിയ ആളാണ്. ഒരു കൊട്ടയും തൂമ്പയുമായി ഇറങ്ങി. അദ്ദേഹത്തെ ഒത്തിരി പേര് കളിയാക്കി. പക്ഷെ അയാൾ ഇന്നൊരു കോൺട്രാക്ടറാണ്. അനേകം ആളുകൾ അയാളുടെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർ ഇന്ന് അദ്ദേഹത്തെ കാണുന്ന അത്ഭുതമായിട്ടാണ് കാണുന്നത്. അദ്ദേഹം ഒത്തിരി വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു കാലത്ത് അയാൾ ഒത്തിരി കളിയാക്കലുകൾ സ്വീകരിച്ചതാണ്. പ്രാർത്ഥനക്കാരനാ, പള്ളിയിൽ പോകുന്ന കാര്യത്തിൽ, പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ എല്ലാം കളിയാക്കലുകൾ സ്വീകരിച്ച ആളാണ്. പക്ഷെ പ്രാർത്ഥനക്കാരൻ ഇന്ന് നിൽക്കുന്നത് എവിടെയാണ്? ദൈവം പ്രാർത്ഥിക്കുന്ന നിന്നെ നാളുകളിൽ ഇരുത്തുന്നത് പലരും അത്ഭുതപ്പെടും. അത്ഭുതമുള്ള സ്ഥലങ്ങളിൽ നിന്നെ എത്തിക്കും. ബൈബിൾ ഒരു വാക്കുണ്ട്, ആകാശത്തിൻ്റെ ഉയരങ്ങളിലൂടെ ദൈവം നിന്നെ സവാരി ചെയ്യിപ്പിക്കുമെന്ന്. ആകാശത്തിലൂടെ നീ യാത്ര ചെയ്തു പോകുമെന്ന്. യോസഫ് സ്വപ്നക്കാരനാണെന്നും പറഞ്ഞ് പരിഹസിച്ചവൻ, ഇവൻ്റെ സ്വപ്നത്തിന് എന്നാ പറ്റൂ, നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞു. അവൻ്റെ സ്വപ്നമാണ്, അവൻ്റെ ദൈവാനുഗ്രഹമാണ്. അങ്ങനെയൊക്കെ കളിയാക്കിയാലും അവനെ ദൈവം എത്തിച്ചത് അത്ഭുതമുള്ളൊരു സ്ഥലത്താണ്, ഒരു ഉയർന്ന പദവിയിലാണ്. ഈ ഭൂമി വെച്ച് തന്നെ അവനൊരു ഭരണാധികാരിയായി മാറി. പൊളിറ്റിക്സ് കളിച്ചിട്ടൊന്നുമല്ല, അനുഗ്രഹത്തിലെത്തിയ വിജയമാണ്. നിങ്ങൾക്കുണ്ടാകട്ടെ ദൈവാനുഗ്രഹത്തിലുള്ളൊരു വിജയം. പലരും കളിയാക്കും. വചനം കേൾക്കുന്നതിനെ വീട്ടിലുള്ളവർ കളിയാക്കും, നാട്ടിലുള്ളവർ കളിയാക്കിയെന്നിരിക്കും, പലരും വിമർശിച്ചെന്നിരിക്കും, വഴക്കുണ്ടാക്കിയെന്നിരിക്കും. അവരോടൊന്നും മറുത്തു പറയാൻ പോവല്ല്. മത്സരിച്ച് വഴക്കുണ്ടാക്കി നന്മയെ കളയല്ല്. പറയുന്നവർ പറയട്ടെ, ചിന്തിക്കുന്നവർ ചിന്തിക്കട്ടെ. നിനക്ക് വേണ്ടി ദൈവം ഒരു വലിയ നന്മയെ കരുതി ഒരുക്കി വച്ചിട്ടുണ്ട്. വഴക്കുണ്ടാക്കി ബഹളം ഉണ്ടാക്കി അത് കളയല്ല്. അസൂയപ്പെട്ടും ഇല്ലാത്തതും പറഞ്ഞ് ഉള്ളതും പറഞ്ഞ് അതും പറഞ്ഞ് ഇതും പറഞ്ഞ് കളയല്ല്. ജോസഫ് ഒന്നും മിണ്ടിയിട്ടില്ല. അവിടെ ഒന്നും അവരോട് വഴക്കുണ്ടാക്കാൻ പോയിരുന്നെങ്കിൽ, അവരോട് ശത്രുതയിലായി ചുമ്മാ വഴക്കുണ്ടാക്കി ബഹളം ഉണ്ടാക്കി തമ്മി തല്ലാൻ പോയായിരുന്നെങ്കിലുണ്ടല്ലോ, ഈ നന്മയൊക്കെ നഷ്ടപ്പെട്ടു പോയേനെ. ആ അനുഗ്രഹമൊക്കെ കല്ല് ശേഷിക്കാതെ പോയേനെ. പക്ഷെ അവിടെ ഒന്നിനും പോയില്ല. അവിടെ ദൈവത്തിൽ ആശ്രയിച്ചു. നിനക്കൊരു വിജയമുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് നിങ്ങളെ നോക്കി ദൈവം പറയുക, നിനക്കൊരു ഭാവിയുണ്ട്, നിനക്കൊരു നല്ല ജീവിതമുണ്ട്. തകർന്നിരിക്കരുത്, പരാജയപ്പെട്ടിരിക്കരുത്, ധൈര്യമായിട്ടിരിക്കുക. പ്രാർത്ഥിക്കട്ടെ. ഇന്നത്തെ വചനം നിങ്ങൾക്കൊരു അനുഗ്രഹമാകുവാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിനകത്തുണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലത്തുണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ മക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിലുണ്ടായിരിക്കട്ടെ. കർത്താവേ, ഈ ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെയും, എല്ലാ വ്യക്തികളെയും, മാതാപിതാക്കളെയും, കുഞ്ഞുങ്ങളെയും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുവേ അങ്ങയുടെ കരങ്ങളിൽ ചേർത്ത് വെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരിലൂടെ ഒരുപാട് പേർ അനുഗ്രഹിക്കപ്പെടുന്ന സമയമുണ്ടാകട്ടെ. ദീർഘായുസ്സും ആരോഗ്യം ഉണ്ടാകട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നിന്നെ സൂക്ഷിക്കട്ടെ, സംരക്ഷിക്കട്ടെ. നല്ല കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തു തരട്ടെ. നന്മയുള്ളത്, അനുഗ്രഹമുള്ളത് ജീവിതത്തിൽ വരട്ടെ. സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന സമ്പത്തും ഐശ്വര്യവും ദൈവം തരുന്നത് നിൻ്റെ ജീവിതത്തിൽ വന്നു ചേരട്ടെ. പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ചയാണ്. പ്രത്യേകിച്ച് 8 നോമ്പിൻ്റെ സമയത്തുള്ള ആദ്യ വെള്ളിയാഴ്ചയാണ്. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം, ഒരു നിയോഗത്തോടെ പങ്കെടുക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൂരെ നിന്നൊക്കെ വരാൻ ബസ് സൗകര്യങ്ങളൊക്കെയുണ്ട്, സാഹചര്യങ്ങൾ അനുകൂലമാണ്. വ്യാഴാഴ്ചയെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. 5 മണി 6 മണി ആകുമ്പോഴത്തേക്കും പരമാവധി എത്തുക. വൈകുന്നേരം നിങ്ങൾക്കിവിടെ താമസിക്കാം. 5 മണി തൊട്ട് പ്രെയർ ആരംഭിക്കും, 9 മണി വരെ. അതിനുശേഷം വെള്ളിയാഴ്ച രാവിലെ 6 മണി മുതൽ പ്രെയർ ആരംഭിക്കും. നല്ല സമയം നമുക്ക് പ്രയോജനപ്പെടാം. എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ വചനം സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക. നാളെയും 5:30 ഒരുമിച്ച് കാണാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.